കവിത ഊർമിള. രചന ശ്രീമതി ദീപ ബിബീഷ് നായർ. ആലാപനം ദേവിക എസ് നായർ. ഊർമിളയാണ് ഞാൻ, അറിയില്ലേ എന്നെ ഇന്നീരുട്ടറയിലെവിടെയോ മാഞ്ഞെന്റെ ജീവിതം. കാലചക്രത്തിൻ കാണാപ്പുറങ്ങളിലെങ്ങോ നിറം മങ്ങിയൊരു ചിത്രമായി മാറിയതാണൂർമിള. തിരക്കഥ ചൊല്ലാമിന്നു നിങ്ങളോടു ഞാനീ വെളിച്ചമേകി ഉരുകിയമർന്നൊരാത്തിരിനാളത്തിൻ്റെ അന്നൊരാ ദിനത്തിലെന്തുത്സാഹമായതാം രാമനെ രാജാവായി വാഴിക്കാനിരുന്നതും. മന്ധരയാം മായയാലൊക്കെ തുലഞ്ഞതും ഭരതകുമാരനെ രാജ്യാഭിഷേകത്തിനായി പറഞ്ഞതും രാമനാം കുമാരനെ 14 സംവത്സരം കാട്ടിലേക്കയക്കാനുറച്ചതും എല്ലാം ഒരു വിധി വൈപരീത്യമോ. വന്നൊരു സായന്തനത്തിലെൻ സൗമിത്രൻ അന്തഃപുരത്തിനകത്തളത്തിലേക്ക് അരുതാത്തതെന്തിനോ എന്ന പോലെ നിശബ്ദമായ അന്തരീക്ഷവും ഒരപരനെ പോലെ അതാ മൊഴിയുന്നു കുമാരനും. അനുഗമിക്കുന്നു ഞാനെൻ ജ്യേഷ്ഠനോടൊപ്പം, ശ്രീരാമനാണെനിക്കെല്ലാം ഈ ഊഴിയിൽ. മാതാപിതാ സേവ ചെയ്ക നീ, ശേഷിക്കും 14 സംവത്സരങ്ങളിൽ. ആകെ തകർന്നു ഞാൻ നിന്നുപോയി, എന്റെ കണ്ണുകളിൽ ഇരുട്ടുകയറുന്നുവോ. ചൊല്ലുവാൻ എനിക്കുണ്ടെന്തോ നാഥനോട്, ഗദ്ഗദത്താലതും മുറിഞ്ഞുപോയി. ശ്വാസം നിലച്ചതുപോലൊരു തോന്നലിൽ നിന്നുപോയി ഞാനൊരു ജീവശവം പോൽ. ദേവി സീതയാം സോദരിയായ ഞാനിന്നു നേടിയതീ ഏകാകിനിയാം ജന്മമോ. എൻ യൗവനവും നാഥപ്രേമവുമെല്ലാം ഇന്നൊരു മിഥ്യയായി മാറിയോ. എൻ മനതാരിൽ പൂത്തൊരാ ജീവിതം മമ നാഥനിന്നറിയാതെ പോകയോ. അകലെയായി മറയുന്നതാ കുമാരൻ, പദസ്വനങ്ങളകന്നുപോയനുക്ഷണം. അശ്രുപടർന്നിന്നക്ഷികളിലെങ്കിലും ആത്മാവുറപ്പിച്ചു രാമപാദങ്ങളിൽ. ഊർമിളയാണ് ഞാൻ, അറിയില്ലേ എന്നെ ഇന്നീരുട്ടറയിലെവിടെയോ മാഞ്ഞെന്റെ ജീവിതം.